ഇന്നത്തെ വീഡിയോയിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു പച്ചമാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 5 പച്ചമാങ്ങ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ വലിയ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ മതി. നല്ല വെയിലുണ്ടെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ട് ഡ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ വെയിൽ കൊള്ളിച്ചെടുത്താണ്. വെയിൽ കുറവായിരുന്നതുകൊണ്ട് ഡ്രൈ ആയിട്ടില്ല. നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 30 ഗ്രാം വറ്റൽമുളക് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നീട് നമുക്ക് ഉലുവ വറുത്തെടുക്കണം. 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഉലുവ എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. പിന്നീട് 3 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് വറുത്തെടുക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റാം. ഇനി ഈ മസാലക്കൂട്ടെല്ലാം പൊടിച്ച് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പിന്നീട് ഉലുവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം കടുകും ചെറിയ ജീരകവും പെരിഞ്ജീരകവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പിന്നീട് 1/2 കപ്പ് നല്ലെണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 ദിവസം വെളിയിൽ വെച്ചിരിക്കണം ഈ അച്ചാർ. എങ്കിലേ അതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. വർഷങ്ങളോളം കേടുകൂടാതെ ഇരുന്നോളൂ ഈ അച്ചാർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മാങ്ങ ഉണങ്ങുമ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടണം. ഞാനിപ്പോൾ വെയിൽ കുറവായിരുന്നതുകൊണ്ട് അത്ര ഡ്രൈ ആയിട്ടില്ല. വളരെ രുചികരമായിട്ടുള്ളൊരു അച്ചാറാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.